കിഷൻഗഞ്ച് എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ കിഷോർ എന്ന് പേരുള്ള ഒരു അനാഥ പയ്യൻ ഉണ്ടായിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ അവനെ കരുനാക്കുകാരൻ എന്ന് പറയുമായിരുന്നു. അവനെ എപ്പോൾ നോക്കിയാലും വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതേ ഗ്രാമത്തിൽ മദൻ, മോഹൻ എന്ന് പേരുള്ള 2 കൂട്ടുകാരുണ്ടായിരുന്നു. ഒരു ദിവസം കിഷോർ ഗ്രാമത്തിലുള്ള ഒരു ചായക്കടയിൽ ചായ കുടിക്കാനായി ചെന്നു. ചേട്ടാ, ഒരു ചായ തരൂ. ആ ചായക്കടയുടെ അടുത്തായി ഒരു മിഠായി കട ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടി ജിലേബി വാങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ കിഷോർ അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇത് നോക്കുമോളെ, ആ ജിലേബി വാങ്ങല്ലേ. ആ കുട്ടി അദ്ദേഹം പറയുന്നത് കേൾക്കാതെ പോയിക്കൊണ്ടേയിരുന്നു. വരുന്ന വഴിയിൽ താഴെയുള്ള കല്ല് അവളെ തട്ടിയിട്ടു. അവളുടെ കയ്യിലുണ്ടായിരുന്ന ജിലേബി മുഴുവൻ താഴെ വീണു. അതേ കടയുടെ സമീപത്ത് നിന്നുകൊണ്ട് മദനും മോഹനും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് നടക്കുന്ന സംഭവം തന്നെ. ആ കരുനാക്കൊണ്ട് അവൻ വായ വെച്ചല്ലോ. ഈ കരുനാക്കൊണ്ട് ഇവൻ എന്തൊക്കെ ചെയ്യുമെന്നോ. അതെ ചേട്ടാ, ഈ കരുനാക്കൊണ്ട് അവൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്ന അറിയില്ല. പാവ പെണ്ണ്, ഇനി അവളൊന്നും കഴിക്കാണ്ട പോയത്. ഇവിടെയുള്ള എല്ലാ ആൾക്കാർ ചേർന്ന് ഇയാളെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കണം ചേട്ടാ. ഇത് കേട്ട് കിഷോറിന് ഒരുപാട് സങ്കടം തോന്നി. ഒരുപാട് സങ്കടത്തോടെ അവൻ വീട്ടിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ നോക്കി മദന്റെ വീട്ടുവാതിലിൽ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്തു ചെന്ന് നോക്കിയപ്പോൾ മദന്റെ അമ്മ മദൻ മദൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. കിഷോർ അവിടെ നിന്നും ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, മദൻ ചേട്ടാ, നിങ്ങളുടെ അമ്മയ്ക്ക് സുഖമില്ലാതെയാണ് വീട്ടിലിരിക്കുന്നത്. പിന്നെ അവർ നിങ്ങളെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇത് കേട്ടതും അവർ രണ്ടുപേരും അവിടേക്ക് ഓടി. എന്നിട്ട് മദൻ പറഞ്ഞു, മദൻ ചേട്ടാ, ആദ്യം നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, പോയി ഡോക്ടറെ വിളിച്ചിട്ട് വാ. സമയമില്ല, ഒന്ന് വേഗം പോകൂ. മോഹൻ വീട്ടിൽ നിന്നും തിരിച്ചു. അപ്പോൾ കിഷോർ പറഞ്ഞു, മോഹൻ ചേട്ടാ, നിങ്ങൾ പാലുള്ള സ്ഥലത്ത് പോവല്ലേ. ഒന്ന് വായി മൂടുന്നുണ്ടോ? നിന്റെ കരുനാക്കൊണ്ടൊന്നും പറയല്ലേ. ദൈവമേ, ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു? നീ ഇവിടുന്ന് ഒന്ന് പോയി തൊലയോ. നിന്നെ ഞാൻ ഇവിടെ കണ്ടാൽ അടിച്ച് ഞാൻ പായിപ്പിക്കും. മോഹൻ ആ പാലത്തിനടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ആ പാലം ഉടഞ്ഞുപോയി. ഒരുപാട് പേർക്ക് പരിക്കേറ്റു. ചില ആൾക്കാർ വെള്ളത്തിൽ മൂழ்കിപ്പോയി. ഇതെല്ലാം കണ്ടിട്ട് മോഹൻ തിരിച്ചു വീട്ടിലേക്ക് ചെന്നപ്പോൾ കിഷോറിനെ ചെന്ന് അടിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, ഇതൊക്കെ നിന്റെ കരുനാക്കൊണ്ടാണ് സംഭവിച്ചത്. നീ പറയാണ്ടിരുന്നാൽ ആ പാലം പൊട്ടാതെ ഇരിക്കുകയായിരുന്നു. മോഹൻ അടിച്ചതുകൊണ്ട് കിഷോർ ഒരുപാട് കരഞ്ഞു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ശരിക്കും എന്റെ നാക്ക് കരുനാക്കാണോ? എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം വേണ്ട. എനിക്ക് നിന്നെ കൊണ്ടുപോയിക്കോ. എനിക്ക് ലോകത്തിൽ ജീവിക്കാൻ ആരുമില്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ദൈവമേ. അതേ ഗ്രാമത്തിൽ രാത്രി അന്ന് ആർമിക്കാർ ആർമി ടാങ്കറോടൊപ്പം എത്തി. എന്നിട്ട് അവിടെ ചെന്ന് നിന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാരും അവരെ വരവേറ്റു. സർ, നിങ്ങളെ എല്ലാരും ഈ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ വരവേൽക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് തീർച്ചയായിട്ടും പറയണം സർ. ശരി മദൻ, ആദ്യം അവര് പോയി ഒന്ന് വിശ്രമം എടുക്കട്ടെ. ഈ വിഷയം ഗ്രാമത്തിന്റെ തലവന്റെ കാതിലെത്തി. എന്നിട്ട് അവർ ആ ടാങ്കർ മോഷ്ടിക്കാൻ തീരുമാനിച്ചു. രാത്രി എല്ലാരും ഉറങ്ങി. അപ്പോൾ ടാങ്ക് വലുതായിട്ടുണ്ടല്ലോ. ഇത് കട്ടുകൊണ്ടുപോയാൽ ഈ ഗ്രാമ മക്കളെ എല്ലാവർക്കും വേഗം മനസ്സിലാവും. ഒരു കാര്യം ചെയ്യാം, ഈ ടാങ്കിലുള്ള ചക്രങ്ങൾ ആദ്യം നമുക്ക് എടുത്തു വെക്കാം. എന്നാലേ ആർക്കും ആദ്യം മനസ്സിലാവാണ്ടിരിക്കൂ. പിന്നെ അത് ഞാൻ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് കുറെ പൈസ കിട്ടും. അദ്ദേഹം ആരും കാണാതെ അവിടെ ചെന്നു. എന്നിട്ട് ടാങ്കിന്റെ ടയറുകൾ എടുത്തു മാറ്റി. എന്നിട്ട് അതേ സ്ഥലത്ത് ഡ്യൂപ്ലിക്കേറ്റ് ടയറുകൾ വെച്ചു പിടിപ്പിച്ചു. ആ ശബ്ദം കേട്ട് കിഷോർ എണീറ്റു. എന്നിട്ട് അവൻ ഇതെല്ലാം കണ്ടു. ഈ കാര്യം ഞാൻ ആരുടെ പറയാനാ? ഇപ്പൊ എല്ലാരും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രാവിലെ പറയാം. രാവിലെ കിഷോർ കൺമിഴിച്ചപ്പോൾ അതിനകം തന്നെ ആർമിക്കാർ ആ ടാങ്കറുമായി അവിടെ നിന്ന് പുറപ്പെട്ടു. കിഷോർ അവരോട് കാര്യം പറയാനായി അവിടെ നിന്നും ഓടി. എന്നിട്ട് പാലത്തിനടുത്തു നിന്ന് പറഞ്ഞു, സാർ, നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട് സാർ. ഒന്ന് പറയുന്നത് കേൾക്കൂ. ആരും തന്നെ കിഷോർ പറഞ്ഞത് കേട്ടില്ല. എന്നിട്ട് ആർമിക്കാർ ടാങ്കറുമായി അവിടെ നിന്ന് പോയി. സാർ, ഒരു മിനിറ്റ് നിൽക്കൂ, നിങ്ങളുടെ അടുത്ത് ഒരു മുഖ്യമായ കാര്യം പറയാനുണ്ട്. അവിടെ നിന്നിരുന്ന ഗ്രാമത്തിലെ ജനങ്ങൾ ഇതെല്ലാം തന്നെ കേട്ടു. എന്നിട്ട് കിഷോറിനോട് ദേഷ്യത്തോടെ പറഞ്ഞു, എടാ കരുനാക്ക്, നീ ഇവിടെയും വന്നോ? നീ ഒന്നും മിണ്ടാതിരിക്കോ? നിന്നെ ഞാൻ കൊല്ലുമടാ. എന്നെ വിട്ടേക്ക്, ഞാൻ അവരുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. ഇതെല്ലാം തന്നെ ആർമിക്കാർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കിഷോർ എന്തോ പറയാൻ വേണ്ടി വന്നു. അപ്പോഴാണ് ഒരു ആർമിക്കാരന്റെ കാഴ്ച ആർമി ടാങ്കറിന്റെ ടയറിലെത്തിയത്. അദ്ദേഹം നോക്കിയപ്പോൾ ആരോ എല്ലാ ടയറും ചക്രങ്ങളും മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ ആർമിക്കാർക്ക് കാര്യം മനസ്സിലായി. ഇവൻ ഇതിനെ കുറിച്ചാണ് എന്തോ പറയാൻ വരുന്നതെന്ന്. പഞ്ചായത്ത് തലവരെ എല്ലാ ചക്രവും മാറ്റി കഴിഞ്ഞു. അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ശരിക്കുള്ളത് മാർക്കറ്റിൽ വിൽക്കാൻ പോവുകയാണ്. ഈ വിഷയം കേട്ടിട്ട് ആർമിക്കാർ കിഷോറിനെ ഗ്രാമത്തിലെ ജനങ്ങളിൽ നിന്നും മോചിപ്പിച്ചു. എന്നിട്ട് ആ തലവനെ പിടിച്ചു കൊണ്ടുവന്നു.
എന്നോട് ക്ഷമിക്കണം സാർ. ഞാൻ ചെയ്തത് വളരെ തെറ്റാണ്. എന്നെ ജയിലിലിടാൻ പാടില്ല. എന്റെ കുറ്റങ്ങളൊക്കെ ഞാൻ സമ്മതിക്കാം. ഞാനാണ് ആ ടാങ്കിലുള്ള എല്ലാ സാധനങ്ങളും കട്ടത്. അതുമാത്രമല്ലാതെ ഇവിടെയുള്ള വീക്കായ പാലം കെട്ടിയത് ഞാനാണ്. അന്ന് ആ പാലം പൊട്ടിയും കഴിഞ്ഞു. മോഹൻ ചേട്ടാ, ഇതുകൊണ്ടാണ് അന്ന് ഞാൻ പറഞ്ഞത് പാലത്തെ എടുത്ത് പോകണ്ടെന്ന്. എന്നെ ഒന്ന് വിശ്വസിക്കേ. ആർമിക്കാർ തലവന്റെ കയ്യിൽ നിന്നും എല്ലാ സാധനങ്ങളും പിടിച്ചുപറ്റി. എന്നിട്ട് അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. എന്നിട്ട് കിഷോറിനെ എല്ലാരും അഭിനന്ദിച്ചു. എന്നിട്ട് അവൻ ഒരുപാട് സമ്മാനങ്ങൾ നൽകി അവിടെ നിന്നും തിരിച്ചു. ഇതെല്ലാം കണ്ടിട്ട് മോഹൻ പറഞ്ഞു, കിഷോർ, എന്നോട് ക്ഷമിക്ക്. അന്ന് ആ പെണ്ണ് ജിലേബി കഴിക്കുന്നത് നീ തടുത്തതുകൊണ്ടാണ് അവൾ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്. അതെല്ലാം കാരണം നീയാണ്. പിന്നെ നീ തടുക്കാതെ ഇരുന്നാൽ ഞാനും വന്ന് പാലത്തിൽ പോയേനെ. എന്നോട് നീ ക്ഷമിക്കണം. ഗ്രാമത്തിലെ ജനങ്ങളും അവനോട് മാപ്പ് ചോദിച്ചു. എന്നോട് ക്ഷമയൊന്നും ചോദിക്കല്ലേ. നിങ്ങളെല്ലാം മനസ്സിലാക്കിയല്ലോ. എനിക്ക് അത് തന്നെ മതിയായി. നിങ്ങൾ എനിക്ക് എല്ലാരും ഒരു വാക്ക് തരാനുണ്ട്. ഇനി മുതൽ ആരെടുത്തും ഇതുപോലെ നിങ്ങൾ നടക്കാൻ പാടില്ലെന്ന്. ഗ്രാമത്തിലെ ജനങ്ങൾ കിഷോറിനെ അഭിനന്ദിക്കാനായി ഒരു പ്രോഗ്രാം നടത്തി. അതിൽ ആർമിക്കാരും എത്തി. എന്നിട്ട് കിഷോറിന് ഒരു വലിയ സമ്മാനം നൽകി. എന്നിട്ട് അവനെ ഒരുപാട് അഭിനന്ദിച്ചു. ആ ദിവസത്തിന് ശേഷം എല്ലാരും വളരെ സന്തോഷത്തോടെ അവിടെ ജീവിച്ചു. കിഷൻഗഞ്ച് എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ കിഷോർ എന്ന് പേരുള്ള ഒരു അനാഥ പയ്യൻ ഉണ്ടായിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ അവനെ കരുനാക്കുകാരൻ എന്ന് പറയുമായിരുന്നു. അവനെ എപ്പോൾ നോക്കിയാലും വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതേ ഗ്രാമത്തിൽ മദൻ, മോഹൻ എന്ന് പേരുള്ള 2 കൂട്ടുകാരുണ്ടായിരുന്നു. ഒരു ദിവസം കിഷോർ ഗ്രാമത്തിലുള്ള ഒരു ചായക്കടയിൽ ചായ കുടിക്കാനായി ചെന്നു. ചേട്ടാ, ഒരു ചായ തരൂ. ആ ചായക്കടയുടെ അടുത്തായി ഒരു മിഠായി കട ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടി ജിലേബി വാങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ കിഷോർ അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇത് നോക്കുമോളെ, ആ ജിലേബി വാങ്ങല്ലേ. ആ കുട്ടി അദ്ദേഹം പറയുന്നത് കേൾക്കാതെ പോയിക്കൊണ്ടേയിരുന്നു. വരുന്ന വഴിയിൽ താഴെയുള്ള കല്ല് അവളെ തട്ടിയിട്ടു. അവളുടെ കയ്യിലുണ്ടായിരുന്ന ജിലേബി മുഴുവൻ താഴെ വീണു. അതേ കടയുടെ സമീപത്ത് നിന്നുകൊണ്ട് മദനും മോഹനും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് നടക്കുന്ന സംഭവം തന്നെ. ആ കരിനാക്കൊണ്ട് അവൻ വായ വെച്ചല്ലോ. ഈ കരിനാക്കൊണ്ട് ഇവൻ എന്തൊക്കെ ചെയ്യുമെന്നോ. അതെ ചേട്ടാ, ഈ കരിനാക്കൊണ്ട് അവൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്ന അറിയില്ല. പാവ പെണ്ണ്. ഇനി അവളൊന്നും കഴിക്കാണ്ട പോയത്. ഇവിടെയുള്ള എല്ലാ ആൾക്കാർ ചേർന്ന് ഇയാളെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കണം ചേട്ടാ. ഇത് കേട്ട് കിഷോറിന് ഒരുപാട് സങ്കടം തോന്നി. ഒരുപാട് സങ്കടത്തോടെ അവൻ വീട്ടിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ നോക്കി മദന്റെ വീട്ടുവാതിലിൽ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്തു ചെന്ന് നോക്കിയപ്പോൾ മദന്റെ അമ്മ മദൻ മദൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. കിഷോർ അവിടെ നിന്നും ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, മദൻ ചേട്ടാ, നിങ്ങളുടെ അമ്മയ്ക്ക് സുഖമില്ലാതെയാണ് വീട്ടിലിരിക്കുന്നത്. പിന്നെ അവർ നിങ്ങളെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇത് കേട്ടതും അവർ രണ്ടുപേരും അവിടേക്ക് ഓടി. എന്നിട്ട് മദൻ പറഞ്ഞു, മദൻ ചേട്ടാ, ആദ്യം നിങ്ങൾ ഒരു കാര്യം ചെയ്യ്. പോയി ഡോക്ടറെ വിളിച്ചിട്ട് വാ. സമയമില്ല, ഒന്ന് വേഗം പോകൂ. മോഹൻ വീട്ടിൽ നിന്നും തിരിച്ചു. അപ്പോൾ കിഷോർ പറഞ്ഞു, മോഹൻ ചേട്ടാ, നിങ്ങൾ പാലുള്ള സ്ഥലത്ത് പോവല്ലേ. ഒന്ന് വായി മൂടുന്നുണ്ടോ? നിന്റെ കരുനാക്കൊണ്ടൊന്നും പറയല്ലേ. ദൈവമേ, ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു? നീ ഇവിടുന്ന് ഒന്ന് പോയി തൊലയോ. നിന്നെ ഞാൻ ഇവിടെ കണ്ടാൽ അടിച്ച് ഞാൻ പായിപ്പിക്കും. മോഹൻ ആ പാലത്തിനടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ആ പാലം ഉടഞ്ഞുപോയി. ഒരുപാട് പേർക്ക് പരിക്കേറ്റു. ചില ആൾക്കാർ വെള്ളത്തിൽ മൂழ்കിപ്പോയി. ഇതെല്ലാം കണ്ടിട്ട് മോഹൻ തിരിച്ചു വീട്ടിലേക്ക് ചെന്നപ്പോൾ കിഷോറിനെ ചെന്ന് അടിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, ഇതൊക്കെ നിന്റെ കരുനാക്കൊണ്ടാണ് സംഭവിച്ചത്. നീ പറയാണ്ടിരുന്നാൽ ആ പാലം പൊട്ടാതെ ഇരിക്കുകയായിരുന്നു. മോഹൻ അടിച്ചതുകൊണ്ട് കിഷോർ ഒരുപാട് കരഞ്ഞു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ശരിക്കും എന്റെ നാക്ക് കരുനാക്കാണോ? എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം വേണ്ട. എനിക്ക് നിന്നെ കൊണ്ടുപോയിക്കോ. എനിക്ക് ലോകത്തിൽ ജീവിക്കാൻ ആരുമില്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ദൈവമേ. അതേ ഗ്രാമത്തിൽ രാത്രി അന്ന് ആർമിക്കാർ ആർമി ടാങ്കറോടൊപ്പം എത്തി. എന്നിട്ട് അവിടെ ചെന്ന് നിന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാരും അവരെ വരവേറ്റു. സർ, നിങ്ങളെ എല്ലാരും ഈ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ വരവേൽക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് തീർച്ചയായിട്ടും പറയണം സർ. ശരി മദൻ, ആദ്യം അവര് പോയി ഒന്ന് വിശ്രമം എടുക്കട്ടെ. ഈ വിഷയം ഗ്രാമത്തിന്റെ തലവന്റെ കാതിലെത്തി. എന്നിട്ട് അവർ ആ ടാങ്കർ മോഷ്ടിക്കാൻ തീരുമാനിച്ചു. രാത്രി എല്ലാരും ഉറങ്ങി. അപ്പോൾ ടാങ്ക് വലുതായിട്ടുണ്ടല്ലോ. ഇത് കട്ടുകൊണ്ടുപോയാൽ ഈ ഗ്രാമ മക്കളെ എല്ലാവർക്കും വേഗം മനസ്സിലാവും. ഒരു കാര്യം ചെയ്യാം, ഈ ടാങ്കിലുള്ള ചക്രങ്ങൾ ആദ്യം നമുക്ക് എടുത്തു വെക്കാം. എന്നാലേ ആർക്കും ആദ്യം മനസ്സിലാവാണ്ടിരിക്കൂ. പിന്നെ അത് ഞാൻ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് കുറെ പൈസ കിട്ടും. അദ്ദേഹം ആരും കാണാതെ അവിടെ ചെന്നു. എന്നിട്ട് ടാങ്കിന്റെ ടയറുകൾ എടുത്തു മാറ്റി. എന്നിട്ട് അതേ സ്ഥലത്ത് ഡ്യൂപ്ലിക്കേറ്റ് ടയറുകൾ വെച്ചു പിടിപ്പിച്ചു. ആ ശബ്ദം കേട്ട് കിഷോർ എണീറ്റു. എന്നിട്ട് അവൻ ഇതെല്ലാം കണ്ടു. ഈ കാര്യം ഞാൻ ആരടുത്ത് പറയാനാ? ഇപ്പൊ എല്ലാരും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രാവിലെ പറയാം. രാവിലെ കിഷോർ കൺമിഴിച്ചപ്പോൾ അതിനകം തന്നെ ആർമിക്കാർ ആ ടാങ്കറുമായി അവിടെ നിന്ന് പുറപ്പെട്ടു.
കിഷോർ അവരോട് കാര്യം പറയാനായി അവിടെ നിന്നും ഓടി. എന്നിട്ട് പാലത്തിനടുത്തു നിന്ന് പറഞ്ഞു, സാർ, നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട് സാർ, ഒന്ന് പറയുന്നത് കേൾക്കൂ. ആരും തന്നെ കിഷോർ പറഞ്ഞത് കേട്ടില്ല. എന്നിട്ട് ആർമിക്കാർ ടാങ്കറുമായി അവിടെ നിന്ന് പോയി. സാർ, ഒരു മിനിറ്റ് നിൽക്കൂ, നിങ്ങളുടെ അടുത്ത് ഒരു മുഖ്യമായ കാര്യം പറയാനുണ്ട്. അവിടെ നിന്നിരുന്ന ഗ്രാമത്തിലെ ജനങ്ങൾ ഇതെല്ലാം തന്നെ കേട്ടു. എന്നിട്ട് കിഷോറിനോട് ദേഷ്യത്തോടെ പറഞ്ഞു, എടാ കരിനാക്ക്, നീ ഇവിടെയും വന്നോ? നീ ഒന്ന് മിണ്ടാതിരിക്കോ, നിന്നെ ഞാൻ കൊല്ലുമടാ. എന്നെ വിട്ടേക്ക്, ഞാൻ അവരുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. ഇതെല്ലാം തന്നെ ആർമിക്കാർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കിഷോർ എന്തോ പറയാൻ വേണ്ടി വന്നു. അപ്പോഴാണ് ഒരു ആർമിക്കാരന്റെ കാഴ്ച ആർമി ടാങ്കറിന്റെ ടയറിലെത്തിയത്. അദ്ദേഹം നോക്കിയപ്പോൾ ആരോ എല്ലാ ടയറും ചക്രങ്ങളും മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ ആർമിക്കാർക്ക് കാര്യം മനസ്സിലായി. ഇവൻ ഇതിനെ കുറിച്ചാണ് എന്തോ പറയാൻ വരുന്നതെന്ന്. പഞ്ചായത്ത് തലവരെ എല്ലാ ചക്രവും മാറ്റി കഴിഞ്ഞു. അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ശരിക്കുള്ളത് മാർക്കറ്റിൽ വിൽക്കാൻ പോവുകയാണ്. ഈ വിഷയം കേട്ടിട്ട് ആർമിക്കാർ കിഷോറിനെ ഗ്രാമത്തിലെ ജനങ്ങളിൽ നിന്നും മോചിപ്പിച്ചു. എന്നിട്ട് ആ തലവനെ പിടിച്ചു കൊണ്ടുവന്നു. എന്നോട് ക്ഷമിക്കണം സാർ, ഞാൻ ചെയ്തത് വളരെ തെറ്റാണ്. എന്നെ ജയിലിലിടാൻ പാടില്ല. എന്റെ കുറ്റങ്ങളൊക്കെ ഞാൻ സമ്മതിക്കാം. ഞാനാണ് ആ ടാങ്കിലുള്ള എല്ലാ സാധനങ്ങളും കട്ടത്. അതുമാത്രമല്ലാതെ ഇവിടെയുള്ള വീക്കായ പാലം കെട്ടിയത് ഞാനാണ്. അന്ന് ആ പാലം പൊട്ടിയും കഴിഞ്ഞു. മോഹൻ ചേട്ടാ, ഇതുകൊണ്ടാണ് അന്ന് ഞാൻ പറഞ്ഞത് പാലത്തെ എടുത്ത് പോകണ്ടെന്ന്. എന്നെ ഒന്ന് വിശ്വസിക്കേ. ആർമിക്കാർ തലവന്റെ കയ്യിൽ നിന്നും എല്ലാ സാധനങ്ങളും പിടിച്ചുപറ്റി. എന്നിട്ട് അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. എന്നിട്ട് കിഷോറിനെ എല്ലാരും അഭിനന്ദിച്ചു. എന്നിട്ട് അവൻ ഒരുപാട് സമ്മാനങ്ങൾ നൽകി അവിടെ നിന്നും തിരിച്ചു. ഇതെല്ലാം കണ്ടിട്ട് മോഹൻ പറഞ്ഞു, കിഷോർ, എന്നോട് ക്ഷമിക്ക്. അന്ന് ആ പെണ്ണ് ജിലേബി കഴിക്കുന്നത് നീ തടുത്തത് കൊണ്ടാണ് അവൾ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്. അതെല്ലാം കാരണം നീയാണ്. പിന്നെ നീ തടുക്കാതെ ഇരുന്നാൽ ഞാനും വന്ന് പാലത്തിൽ പോയേനെ. എന്നോട് നീ ക്ഷമിക്കണം. ഗ്രാമത്തിലെ ജനങ്ങളും അവനോട് മാപ്പ് ചോദിച്ചു. എന്നോട് ക്ഷമയൊന്നും ചോദിക്കല്ലേ. നിങ്ങളെല്ലാം മനസ്സിലാക്കിയല്ലോ, എനിക്ക് അത് തന്നെ മതിയായി. നിങ്ങൾ എനിക്ക് എല്ലാരും ഒരു വാക്ക് തരാനുണ്ട്. ഇനി മുതൽ ആരെടുത്തും ഇതുപോലെ നിങ്ങൾ നടക്കാൻ പാടില്ലെന്ന്. ഗ്രാമത്തിലെ ജനങ്ങൾ കിഷോറിനെ അഭിനന്ദിക്കാനായി ഒരു പ്രോഗ്രാം നടത്തി. അതിൽ ആർമിക്കാരും എത്തി. എന്നിട്ട് കിഷോറിന് ഒരു വലിയ സമ്മാനം നൽകി. എന്നിട്ട് അവനെ ഒരുപാട് അഭിനന്ദിച്ചു. ആ ദിവസത്തിന് ശേഷം എല്ലാരും വളരെ സന്തോഷത്തോടെ അവിടെ ജീവിച്ചു.